ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. പെൻ സ്റ്റാൻഡും മൊബൈൽ സ്റ്റാൻഡും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് ബുക്കിലെ പേപ്പർ ഉപയോഗിച്ചുണ്ടാക്കാം, ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുണ്ടാക്കാം. ബുക്കിലെ പേപ്പർ ഉപയോഗിച്ചുണ്ടാക്കിയാൽ പെയിൻ്റ് അടിക്കണ്ട. ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഏത് കളർ പെയിൻറ്റും അടിക്കാം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം. എന്നാൽ മാത്രമേ എല്ലാം മനസ്സിലാക്കി അതേപോലെ ചെയ്യാൻ സാധിക്കൂ. ഇത് മൊബൈൽ സ്റ്റാൻഡ്, ഇത് പെൻ സ്റ്റാൻഡ്. ഇതേപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അവരുടെ പേനയും പെൻസിലും എല്ലാം ഇതിനകത്ത് വയ്ക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ബുക്കിലുള്ള വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒരു ഷീറ്റ് പേപ്പറിന് രണ്ടായിട്ട് മടക്കണം. രണ്ടായിട്ട് മടക്കി കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം പപ്പടം കുത്തിയോ കനമുള്ള ഒരു കമ്പിയോ എടുത്ത് പേപ്പറിൽ വെച്ച് ചുരുട്ടിയെടുക്കണം. ഇതേപോലെ ചുരുട്ടണം. ഇനി ഈ ഭാഗത്ത് ഫെവിക്കോളോ എന്തെങ്കിലും പശ തേച്ചൊട്ടിക്കണം. എന്നിട്ട് പപ്പടം കുത്തി ഊരിയെടുക്കണം. എന്നിട്ട് ഇതേപോലെ ആക്കി കൊടുക്കണം. ഇനി എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളയണം. ഇനി 12.5 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിൽ ഉണ്ടാക്കണോ അത് കണക്കാക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ കട്ട് ചെയ്ത പീസ് വെച്ച് എല്ലാം ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. ചെറിയ സൈസ് മതിയെങ്കിൽ 10-11 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു പീസ് പേപ്പർ എടുത്ത് 12.5 സെൻറ്റിമീറ്റർ വീതിയിൽ കട്ട് ചെയ്തെടുക്കണം. നീളം 22 സെൻറ്റിമീറ്റർ എടുക്കണം. ഇനി ഫെവിക്കോൾ തേച്ച് ഒട്ടിക്കണം. ഇതേപോലെ എല്ലാം ഒട്ടിച്ചെടുക്കണം. രണ്ട് സൈഡും ഒരേപോലെ ഒട്ടിക്കണം. ഞാനിതിൽ 28 പീസാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത് കണക്കാക്കി ഒട്ടിക്കാം. ഇതേപോലെ പ്രസ് ചെയ്ത് ഒട്ടിക്കണം. ഇപ്പോൾ എല്ലാം ഒട്ടിച്ചു. ഇനി താഴ്ഭാഗത്ത് ഒരു 3/4 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അവിടെ ഗ്ലൂ തേച്ച് ഒട്ടിക്കണം. അതിനാണ് കുറച്ച് പേപ്പർ ഇടുന്നത്. ഇനി ഇതിന് ഇതേപോലെ ഒട്ടിക്കണം. ഈ ഒട്ടിച്ച ഭാഗം പുറത്ത് വരത്തക്ക വിധം ഒട്ടിക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒട്ടുന്നത് വരെ മാറ്റി വയ്ക്കാം. ഇതുപോലെയാണ് പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇനി മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിനും 12.5 ഇഞ്ച് നീളത്തിൽ ഇതേപോലെ മുറിച്ചെടുക്കണം. എന്നിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. നല്ലതുപോലെ കറക്റ്റായിട്ട് ഒട്ടിക്കണം. ഈ സൈഡിൽ 8 എണ്ണം വയ്ക്കണം. അതേപോലെ ഈ സൈഡിലും 8 എണ്ണം വയ്ക്കണം. ഈ ഭാഗത്തും 8 എണ്ണം വയ്ക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അകലമിട്ടിട്ട് ഒട്ടിക്കണം. 11-12 ഒട്ടിക്കാം.
ഇതേപോലെ അറ്റം വരെ ഒട്ടിക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ 3 എണ്ണം ഒട്ടിച്ചാൽ മതി. കുറച്ച് സ്പേസ് വിട്ട് ഒട്ടിക്കണം. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇതിൽ വച്ച് മൊബൈൽ യൂസ് ചെയ്യാം. അവർക്കിത് വളരെയധികം ഉപകാരപ്പെടും. കുറച്ച് കട്ടി കിട്ടുന്നതിന് വേണ്ടിയാണ് പേപ്പർ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തത്. 4ആയിട്ട് കട്ട് ചെയ്താൽ കട്ടി കുറഞ്ഞു പോകും. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒട്ടിച്ചു. ഇനി ഇതേപോലെ ഒരു പേപ്പർ എടുത്ത് 12.5 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ നീളത്തിലും എടുക്കണം. എന്നിട്ട് ഇതേപോലെ ഫെവിക്കോൾ തേച്ച് എല്ലാം ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് നീളം എത്രയാണോ ആവശ്യം അത് കണക്കാക്കി എടുക്കാം. ഞാനിതിൽ 35 പീസാണ് ഒട്ടിക്കുന്നത്. ഒട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ള പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്ത് പേപ്പർ വിടേണ്ട ആവശ്യമില്ല. എല്ലാം കട്ട് ചെയ്ത് കളയാം. ഈർക്കിൽ വെച്ച് ഉരുട്ടിയാൽ കട്ടി കുറഞ്ഞു പോകും. കട്ടി കിട്ടുന്നതിന് വേണ്ടിയാണ് പപ്പടം കുത്തിയെടുത്തത്. ഇനി ഇതിൻ്റെ 4 സൈഡിലും സ്റ്റോണോ മുത്തോ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ ഫെവിക്കോൾ തേച്ച് ഒട്ടിക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗത്തും ഫെവിക്കോൾ തേച്ചിട്ട് ഒട്ടിക്കാം. ഇനി ഉണങ്ങിയതിന് ശേഷം ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബീഡ്സ് ഒട്ടിക്കാം. സ്റ്റോണോ ബീഡ്സോ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാം. അല്ലെങ്കിൽ തെർമോക്കോള് കളർ ചെയ്തെടുത്ത് ഒട്ടിക്കാം. ഞാൻ തെർമോക്കോളാണ് ഒട്ടിക്കുന്നത്. വൈറ്റ് തെർമോക്കോൾ എടുത്ത് ബ്ലാക്ക് പെയിൻറ്റും മെറൂൺ പെയിൻറ്റും കലക്കിയതിന് ശേഷം അതിലിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഒട്ടിക്കുന്നത്. ഇനി ഈ ഭാഗത്ത് ഫെവിക്കോൾ തേച്ചതിന് ശേഷം ഒട്ടിക്കാം. ബ്ലാക്കും മെറൂണും ഒന്നുകൂടെ ഇട്ട് ഒട്ടിക്കണം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അതെടുക്കാം. ഇനി ഇതേപോലെ എല്ലാം ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തും ഒട്ടിക്കണം. ഇപ്പോൾ എല്ലാം ഒട്ടിച്ചു. ഇതിൽ മൊബൈൽ വയ്ക്കാം. ഇതിൽ പേനയും പെൻസിലും സ്കെയിലും എല്ലാം വയ്ക്കാം. ഇപ്പോൾ ഇത് ഒതുങ്ങി ഒരിടത്തിരിക്കും. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.